ദ്വാരക്കാൻ പോകുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ചരിത്രം പഠിച്ച് വഫാത്ത് പറഞ്ഞ ഹൈബറും ബദറും ഒക്കെ പറഞ്ഞ ഈ പുണ്യ സദസ്സിൽ ഒരുപാട് മദ്ഹ് പാടി ഒരുപാട് ചരിത്രം പറഞ്ഞു. അൽഹംദുലില്ലാഹ് അതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിന്റെ നേട്ടങ്ങൾക്ക് അല്ലാഹു ഒരു കാരണമാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. സമയം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഏറെ പറയാനുണ്ട്, സമയം ഏറെ വൈകി. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സഹോദരങ്ങളും എഴുന്നേറ്റ് നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു പുണ്യകർമ്മം, ഒരു അമലായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ റസൂലിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ വഹിയുമായിട്ട് എന്ത് വഹിയുണ്ടെങ്കിലും ജിബ്രീൽ ഒന്ന് പറയും. പക്ഷേ വഹിയല്ലാത്ത അവസ്ഥയിൽ ഒരു മലക്ക് പ്രവാചകരുടെ മുന്നിലേക്ക് വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഈ മലക്ക് എന്തിനാണ് ഇപ്പോൾ വന്നത്? അള്ളാന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു, ഇത് ഒരു പ്രത്യേക കാര്യം അങ്ങയെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോ എന്താണ് ആ കാര്യം? ആ വന്ന മലക്ക് പറഞ്ഞു, അങ്ങയെ അള്ളാഹു 2 പ്രകാശത്തിന്റെ ഉടമയാക്കി എന്ന് പറയാൻ പറഞ്ഞു. അങ്ങയെ അള്ളാഹു 2 പ്രകാശത്തിന്റെ ഉടമയാക്കി എന്ന് പറയാൻ പറഞ്ഞു. ആ 2 പ്രകാശം വിശ്വാസികളുടെ ജീവിതത്തിൽ ദുആ സ്വീകരിക്കുന്നതിന് ഒരു കാരണമാണ് എന്ന് പറയാൻ പറഞ്ഞു. ആ 2 പ്രകാശം ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട മലക്കിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ 2 ഭാഗമാണ് പറഞ്ഞത്. ആ 2 ഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ അത് നിങ്ങൾ ബന്ധപ്പെടുത്തി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ നമസ്കാരത്തിന്റെ ദുആകളിൽ, നിങ്ങളുടെ അമലുകളിൽ ആ 2 ഭാഗത്തെ ബന്ധപ്പെടുത്തി വെച്ചാൽ നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതിന് ഒരു 90% സാധ്യത കൂടുതലാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലാഹു സ്വീകരിക്കണം. മജ്ലിസുകൾ ദുആ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രഭാഷണവും പ്രസംഗവും ഈ മേഖലയൊക്കെ ഇങ്ങനെ നിന്ന് പോവുക. അപ്പൊ നിങ്ങൾ ഇത്രയും ആളുകളുടെ ദുആ അതിനൊരു വലിയ ബറക്കത്തും പുണ്യവുമാണ്. ഈ 2 പ്രകാശം മുത്ത റസൂലിന് അല്ലാഹു കൊടുത്ത 2 പ്രകാശം, ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹ നമ്മൾ ഇന്നും ഓതി ഒരു ദുആ നമ്മുടെ വീട്ടിൽ ഉറങ്ങുന്നതിന് മുമ്പ് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് കട്ടിലിരുന്നിട്ട് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. മക്കളെ അത് ശീലിപ്പിക്കണം. വേറൊന്നും ഉണ്ടാവൂല നമ്മുടെ ജീവിതത്തിൽ. ഞാൻ എൻ്റെ കണ്ണ് വയ്യാതെ വീട്ടിലിരുന്നപ്പോൾ എൻ്റെ മൂത്തവൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, കണ്ണ് വേദന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. കാരണം ദുനിയാവിലല്ല മോനെ ചോദിക്കേണ്ടത്, മരണപ്പെട്ട് നമ്മെ കവറിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് മുകളിൽ നിൽക്കുമ്പോൾ തോന്നണം, അപ്പാക്ക് ഇപ്പോൾ വേദന ഉണ്ടാവോ, മലക്കൾ വന്നിട്ടുണ്ടാവോ, അള്ളാഹു ഇനി നേരിട്ട് കാണാൻ പറ്റൂലല്ലോ. ആ ഒരു ആശങ്ക നമ്മുടെ മക്കളുടെ കൽബിലുണ്ടെങ്കിൽ ദുആ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേ ആ ഒരു ബന്ധം ഉണ്ടാവുള്ളൂ. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, മറ്റൊന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗമാണ് ആമന റസൂലു ബിമാ ഉൻസില എന്ന് തുടങ്ങുന്ന ആ ഭാഗം. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയൊരു സംഭവം അല്ലത്. വലിയ ഇഷ്ടമാണ് ഇവിടെച്ചവന്. ഫാത്തിഹന്റെ കൂടെ അതും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഓതാൻ പറ്റിയാൽ വലിയ നേട്ടമാണ്. ഇതൊക്കെ നമ്മൾ ഓതുന്നത് നമുക്ക് തന്നെ കിട്ടുള്ളൂ. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മൗലിദ് ഉണ്ടായിരുന്നു, അന്ന് ഘോഷയാത്ര ഉണ്ടായിരുന്നു, അന്ന് മിഠായി കൊടുത്തോ, അന്ന് ജഡ്ജസ് മാർക്കിടാൻ പോയോ, അന്ന് തോരണം കിട്ടിയോ എന്ന് ചോദിച്ച് വിഡ്ഢികളെ പോലെ സമയം കളയാതെ യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങളെങ്കിൽ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ ഈ ആഘോഷം എനിക്ക് അള്ളാഹുവിന് കൊടുക്കാനുള്ള ഒരു വിശ്വാസമാണ്, എൻ്റെ മുത്ത റസൂലിനെ സമർപ്പിക്കാനുള്ളതാണെന്ന പൂർണ്ണമായ ഉറപ്പ് നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ നിങ്ങൾ പറയും, മരിച്ച ദിവസമല്ലേ റബീഉൽ അവ്വൽ 12, അന്ന് എങ്ങനെ മുട്ടായി കൊടുക്കും? നിങ്ങൾ ചിന്തിച്ച് എത്ര വിഡ്ഢിത്തരമാണ്. ഒരാളും മരിച്ചാൽ 3 ദിവസത്തിൽ കൂടുതൽ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല. ഭർത്താവ് മരിച്ചാൽ ഭാര്യ 4 മാസം 10 ദിവസം ഇരിക്കും. ബാക്കി ആര് മരിച്ചാലും, ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ 3 ദിവസത്തിൽ കൂടുതൽ സങ്കടപ്പെട്ട മക്കൾക്ക് ശിക്ഷയുണ്ട് അല്ലാഹുവിന്റെ കോടതി. ചെറിയ കാര്യമൊന്നുമില്ല, ചുമ്മാ കരഞ്ഞോണ്ട് നടന്നാൽ മതി, ജീവിക്കണ്ടേ. അപ്പോ അങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല. മരിച്ചാ സങ്കടപ്പെടേണ്ടത് ആകെ 3 ദിവസമാണ്. അല്ലാതെ കാലാകാല റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞിട്ട് ആണ്ട് നേർച്ച നടത്തിയിട്ട് പൊട്ടിക്കരാനല്ല ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പ മരിക്കുമ്പോ ആണ്ട് നടത്തിയിട്ട് യാസീനും മൗലൂദും സ്വലാത്തും ഓതി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ വാപ്പാടെ കാര്യം പറയുമ്പോൾ കരയും. അതല്ലാതെ അതൊരു ദുഃഖ ആചരണമല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുന്നു, സാധാരണ ആളുകളുടെ ക്വാളിറ്റി വെച്ചിട്ട് ഒരിക്കലും റസൂലുള്ളാഹിയെ കുറിച്ച് ചർച്ച നടത്തരുത്. അത് ഈമാനില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇന്ന് കുറെ ആളുകൾ മൗലിദ് ഓതുന്നതിന് തെളിവുണ്ടെങ്കിൽ 1.5 ഏക്കർ വസ്തു ഞാൻ എൻ്റെ വീട്ടിന്റെ താഴെ നിന്ന് എഴുതി തരാം, എൻ്റെ വാപ്പ വാങ്ങിയിട്ടിരിക്കല്ലേ വീടിന്റെ താഴെ, കണ്ടു എൻ്റെ വസ്തു എഴുതി കൊടുക്കാൻ. എന്നിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അള്ളാന്റെ റസൂൽ നമുക്ക് തട്ടിക്കളിക്കാനുള്ള ബോളല്ല.
നമ്മൾ അറിഞ്ഞിട്ടില്ല. മദീനയിൽ ഒരു സൂഫിയായ മനുഷ്യനുണ്ട്, 15 വർഷം കൊണ്ട് അവിടെ താമസിക്കും. ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ മദീനയുടെ കുബ്ബ കണ്ടിട്ടുള്ളൂ, നോക്കിയിട്ടില്ല. അതിന്റെ നിറമെന്തെന്നറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാണ് ഉസ്താദ്, പിന്നെ നോക്കിയിട്ടില്ല. നിങ്ങൾ ഇവിടെ കഴിയല്ലേ, എത്ര സന്തോഷമാണ്, കണ്ടുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പറയാ, എൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഈ മണ്ണിൽ നിന്നും മുഖം ഇങ്ങനെ ഉയർത്തി മുകളിലേക്ക് നോക്കുന്നത് പോലും എനിക്ക് പേടിയാണ്, അതപകേടാവൂലേ എന്നുള്ള സങ്കടമാണ്. അങ്ങനെ പറയുന്ന സ്വാലിഹീങ്ങളുടെ ലോകത്ത് എങ്ങനെ കഴിയുന്നു നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഇമാമിങ്ങളെക്കാളും വലിയ ആളായി, ഔലിയാക്കളെക്കാളും വലിയ ആളായി, എവിടെ നിന്നെങ്കിലും കുറച്ച് മലയാളവും പഠിച്ചിട്ട് അങ്ങോട്ട് കയറി വന്ന് വിടുവായി തരങ്ങൾ പറ, അത് കേൾക്കാൻ ഇതിനൊന്നും താല്പര്യമില്ല. മൗലൂദിന് പൈസ കൊടുക്കാനില്ല, മൗലിയാക്കന്മാരെ ഇഷ്ടമല്ല, പള്ളിക്കാരുമായിട്ട് ഇഷ്ടമല്ല, അങ്ങനെ കുറച്ച് പഹയന്മാർ അവരെ കൂടെ ചെന്ന് ഇങ്ങനെ ഇരുന്നോളൂ, ഇങ്ങനെ ഉണ്ടക്കണ്ണും വെച്ച്. നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. അത്ര വെറുപ്പുള്ളതുകൊണ്ട് പറയാ, നമ്മുടെ ദീൻ അവര് കാർന്ന് തിന്ന് നശിപ്പിക്കും, അവസാനം ഒന്നും ഉണ്ടാവൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട് പറയുന്നു, ഉറപ്പിച്ചു നിർത്തണം. ഈ ഉസ്താദുമാരൊക്കെ വെള്ളിയാഴ്ച പറയുന്നതൊക്കെ നമ്മുടെ ഇക്കമാര് കേൾക്കണമെങ്കിൽ നേരത്തെ പള്ളി പറഞ്ഞു വിടണം, മക്കളെ നേരത്തെ പള്ളി വിടണം, നല്ല ദീനുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പലർക്കും ഇങ്ങനെ കാര്യങ്ങളോടൊരു താല്പര്യക്കുറവാണ്. പലരും ഇപ്പൊ വിചാരിക്കും, ഇയാളിതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിലെ ഈമാൻ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ചില ആളുകൾ വിചാരിക്കും, ഉസ്താദ് അത് പറഞ്ഞത് കാര്യമായി, അൽഹംദുലില്ലാഹ്, അവന്റെ ഈമാൻ അവിടെ തന്നെ ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا واعف عنا يا كريم يا رحيم يا الله. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم صل وسلم على رسولك سيدنا محمد خير خلقه ونور عرشه وعلى آله وصحبه وبارك وسلم عليه يا أول الأولين يا آخر الآخرين يا ذا القوة المتين يا راحم المساكين. കരുണക്കടലായ പടച്ചവനെ, അർഹമർ റഹീമായ അല്ലാഹുവേ, ദയാലുവായ പടച്ചവനെ, രാജസയ്യിദായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ചെയ്ത പാപങ്ങളൊക്കെ പുറത്ത് പാപമില്ലാത്ത ജീവിതം നടത്താൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ മനസ്സിന്റെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട് റബ്ബേ, നീ വീട് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സിന്റെ ഒന്നാമത് ഞങ്ങളെ പ്രതിഫലം എത്തേണ്ടത് ഞങ്ങളുടെ ഉമ്മാക്കാണ് പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ പ്രസവിച്ചു വേദനയോടെ പ്രതിസന്ധി ഘട്ടങ്ങളൊന്നും അറിയിക്കാതെ ഒരു നൊമ്പരവും ഞങ്ങളോട് പറയാതെ ഞങ്ങളെ ഓമനത്വത്തോടെ വളർത്തിക്കൊണ്ടുവന്ന ഉമ്മ. അല്ലാഹുവേ, ഞങ്ങൾ ചെറിയ പ്രായത്തെ റൂമിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഞങ്ങളൊന്ന് കരഞ്ഞാൽ, ഉമ്മയുടെ കയ്യിൽ എന്തൊക്കെ ഇരുന്നാലും എന്ത് ജോലിയാണെങ്കിലും അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പൊന്നുമോനെ എന്ന് പറഞ്ഞോടി വന്ന് ഞങ്ങളെ വാരിയെടുത്ത് ഞങ്ങൾക്ക് മുത്തം തന്നെ ഞങ്ങളുടെ പൊന്നാര ഉമ്മ കരയുമ്പോ തിരിഞ്ഞു നടക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റല്ല റബ്ബേ. മോനെ എന്ന് വിളിച്ചു കരയുമ്പോ പോ തള്ളയെന്ന് പറഞ്ഞ് ചവിട്ടിക്കളഞ്ഞിട്ട് പോകുന്ന കഴുതകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ, ഇവിടെ വന്ന മക്കളെയും ഞങ്ങളെയും നീ പെടുത്തിക്കളയില്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. എത്ര കഷ്ടപ്പാടാണ് മക്കളെ വളർത്താൻ. ഞങ്ങളുടെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഉപ്പ ചോറ് വാരി തരുമ്പോഴും ഞങ്ങൾ അറിഞ്ഞില്ല പടച്ചവനെ ഉപ്പ പട്ടിണിയാണെന്ന്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപ്പാക്ക് നീ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഞങ്ങൾ നന്നാകാൻ വേണ്ടി ഞങ്ങളെ വഴക്കു പറഞ്ഞ് ഞങ്ങളെ അടിച്ച രാത്രിയിൽ ഞങ്ങൾ കണ്ണീരോടെ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് അടിച്ച സ്ഥലം തടകിയിട്ട് കവിളത്ത് മുത്തം തന്ന് പൊട്ടിക്കരഞ്ഞ ഞങ്ങളുടെ പൊന്നാര ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാര്, മൂന്നാമത് പറയാനുള്ളത് ഞങ്ങളുടെ ഉസ്താദുമാരാണ്, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങൾ എത്ര വളർന്നാലും എത്ര ഉയർന്നാലും ഞങ്ങളുടെ ഉസ്താദിന്റെ കാൽച്ചോട്ടിന്റെ മണൽത്തരികളെ പോലെ
വിനയാന്വിതരാക്കി അവരുടെ മുന്നിൽ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ചെറുകീഴ് അൻവർ ബാഖവി ഉസ്താദ്, ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുറഹീം ഉസ്താദ്, ഇവിടുത്തെ പലരുടെയും മറ്റു പ്രിയപ്പെട്ട ഗുരുനാഥന്മാര്, അല്ലാഹുവേ പടച്ചവനെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉസ്താദിന്റെ ഉപ്പയായ പ്രിയപ്പെട്ട ഉസ്താദ്, അല്ലാഹുവേ പടച്ചവനെ അങ്ങനെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാര്, വലിയ വലിയ പണ്ഡിതന്മാര്, അല്ലാഹുവേ ഹസൻ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള വലിയ ഗുരുവര്യന്മാര്, അല്ലാഹുവേ അവരൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും കൊടുക്കണേ അല്ലാ. പടച്ചവനെ വടക്കൻ മലബാറിൽ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ സമസ്തയുടെ മുശാവറംഗമായ കാപ്പിലും ഉസ്താദ് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ തമ്പുരാനെ. മൺമറഞ്ഞു പോലെ ഉസ്താദുമാരുടെ മുഖം പരിശോധിക്കുമ്പോ ആദ്യമായി തെളിഞ്ഞു വരുന്ന ബഹുമാനപ്പെട്ട കരീം ഉസ്താദ്, അല്ലാഹുവേ ഇനി ഞങ്ങൾക്കൊരു കരീം ഉസ്താദ് ഇല്ലല്ലോ, ഇനി പകരം വെക്കാൻ ആളില്ലല്ലോ. മറക്കില്ല പടച്ചവനെ, എത്ര വർഷമായി ഞങ്ങളുടെ മനസ്സീനുമായില്ല തമ്പുരാനെ. അല്ലാഹുവേ ആ ഖബറിലേക്ക് ഈ പാവപ്പെട്ട ജാഹിലീങ്ങളുടെ ഞങ്ങളുടെ മജ്‌ലിസിന്റെ ദുആ ഒരു സമ്മാനമായി എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇൽമിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. ഇൽമിനെ ആഫിയാക്കണേ അല്ലാ, ഈമാൻ കാമിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ വെള്ളാഞ്ചിറ അറബി കോളേജിന്റെ തിരുമുമ്പിലെ മണവാളനായി കിടക്കുന്ന യൂസുഫ് ഉസ്താദ്, അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് യതീമക്കളെ സ്നേഹിച്ചിരുന്ന ആ സ്ഥാപനത്തിലെ മക്കളും പട്ടിണി കിടക്കാതെ പൊന്നുപോലെ കാത്തുകൊണ്ടുവന്നു ആ ഉസ്താദിന്റെ ഖബർ അല്ലാഹുവേ സ്വർഗീയ ഭക്ഷണം, സ്വർഗീയ അലങ്കാരം, സ്വർഗീയ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണേ അല്ലാ. കോയ ഉസ്താദ് ഉൾപ്പെടെ തടവ ഉസ്താദ് ഉൾപ്പെടെ അല്ലാഹുവേ പടച്ചവനെ മരണപ്പെട്ടു പോയ പണ്ഡിതന്മാര് പറയാ ഞങ്ങൾക്ക് വാക്ക് കിട്ടുന്നില്ല, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഫലസ്തീന്റെ മണ്ണിൽ കഷ്ടപ്പെടുന്നവരെ മോചിപ്പിക്കണേ തമ്പുരാനെ. മസ്ജിദുൽ അഖ്സ ബാബരി ഉൾപ്പെടെ നഷ്ടപ്പെട്ടത് ഈ സമുദായത്തിന് തിരിച്ചു തരണേ അല്ലാ. മദ്രാസ് പോലെ ദുരന്തങ്ങളിൽപ്പെട്ട് മാരക രോഗങ്ങൾ ഭയന്ന് കഴിയുന്ന പാവപ്പെട്ടവരെ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിലെ കലാപവും കലുഷിത അന്തരീക്ഷങ്ങളും പ്രശ്നങ്ങളും അദാബുകളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഇറക്കല്ലേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ദുആ ചെയ്യാൻ എഴുതി തന്ന മുഴുവൻ ആളുകളുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. നല്ല ശബ്ദവും നല്ല വെളിച്ചവും ഈ സരസിന് തന്ന മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർ, സ്റ്റേജ് കെട്ടിയവർ, കസേര പറക്കിയവർ, പബ്ലിസിറ്റി ചെയ്തവർ, ഓടി നടന്നവർ, വിയർപ്പൊടുക്കിയവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് 4 കുടുംബത്തിന് വീട് വെച്ചു കൊടുത്ത് അത് അവരുടെ പേരിലേക്കാക്കി കൊടുത്തു സമാധാനത്തോടെ അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാൻ 4 കുടുംബം സാക്ഷി പറയുന്ന സൗഭാഗ്യം ഈ സദസ്സിൽ വന്ന മുഴുവൻ ആളുകൾക്കും നീ കൊടുക്കണേ അല്ലാ. 20 ജുസു ഹിഫ്ള് പഠിച്ച പൊന്നുമോൻ ഈ സദസ്സിലുണ്ട്, ഹാഫിളാക്കണേ അല്ലാ. ഇൽമു പഠിക്കുന്നവർ, പഠിക്കാൻ പരിശ്രമിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, വണ്ടി ഓടിക്കുന്നവർ, കൂലിവേലക്കാർ, കച്ചവടക്കാർ, പല ബിസിനസ് മേഖലകൾ എന്താണോ അതിലൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ലാ. اللهم انصرنا يا خير الناصرين وارحمنا بأنواع رحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم على جميع الأنبياء والمرسلين.